ഇന്നത്തെ റെസിപ്പി മക്രോണിയാണേ. അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം അതിൽ 2 ഗ്ലാസ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് ചെറുതായി ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് 1 കപ്പ് മക്രോണി ഇടുക. ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണേ. അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ച് അതിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി വേകേണ്ട കാര്യമില്ല കേട്ടോ, ചെറുതായിട്ട് മതി. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ, പിന്നെ കുറച്ച് ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂൺ നല്ലപോലെ ഇളക്കി ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. വളരെ എളുപ്പം ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഗൾഫിലൊക്കെ നിന്നവർക്കറിയാം, ഞാനും വളരെ നാൾ ഇതുപോലെ എളുപ്പത്തിന് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് നമുക്കിത് ആ മക്രോണി വെന്തിട്ടുണ്ട്, അതിനെ എടുത്ത് നമുക്കിതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ടൊമാറ്റോ സോസാണ്, അതും റെഡിമെയ്ഡാണ്, അത് ആവശ്യത്തിന് ഉപയോഗിക്കാം. സോയ സോസ് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കേണ്ടി വരും. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം മുളക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. മുളക് അരിഞ്ഞാണ്, ചുവന്നതും പച്ചയായിട്ടുള്ള. അതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നേരത്തെ മക്രോണി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ജസ്റ്റ് ഒരു 2-3 സ്പൂൺ ഒഴിച്ചൊന്ന് ഇളക്കാൻ വേണ്ടി, അതിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേവിച്ച ഒരു മുട്ട അതിന് മുകളിൽ സ്ക്രാച്ച് ചെയ്ത് ഇടുകയാണ്. ഇല്ലാത്തവർക്ക് ഇതിനെക്കാട്ടി ഈസി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സവാളയൊക്കെ വശക്കാൻ നേരത്ത് അപ്പം തന്നെ മുട്ടയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് ബാക്കി മക്രോണി മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഇതിനെക്കാട്ടി എളുപ്പം. നമ്മുടെ മക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ജോലി കഴിഞ്ഞ് താമസിച്ച് വരുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ.